ഇന്ന് ബ്രെഡും കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഈ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് മിക്സിയുടെ ജാറിലേക്ക് ഈ ബ്രെഡിന്റെ പീസുകൾ കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കുക. എന്നിട്ടൊന്ന് കറക്കിയാൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഈ വട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർക്കണം. പിന്നെ വടയ്ക്ക് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്. പിന്നെ തൈരും വളരെ കുറച്ച് ചേർത്താൽ മതി. ചെറുതായിട്ട് ഒരു പുളിരസം മതി. പിന്നെ ഒരു ചെറിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇഞ്ചിയും വേണം, പച്ചമുളകും വേണം. ഇഞ്ചി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി ഒന്ന് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമുളകും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ കായത്തിന്റെ പൊടിയും വേണം, കുരുമുളകിന്റെ പൊടിയും വേണം. അത് രണ്ടും കുറേശ്ശെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ വട ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ വേണം. അത് വറുത്തെടുക്കണ എന്ത് സാധനത്തിലേക്കും ബേക്കിംഗ് പൗഡറിനേക്കാളും നല്ലത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരു 2 നുള്ളി ചേർക്കാം. പിന്നെ വടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി നിങ്ങൾക്ക് ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ജീരകവും ചേർക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ വടയാക്കാന്ന്. വടയിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. റവ ചേർക്കാം. ഞാൻ റവ ഇവിടെ ഇതേപോലത്തെ ഒരു 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേബിൾ സ്പൂണിൽ ഒരു 4 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. ഞാനിവിടെ സാധാരണ വറുക്കാത്ത റവയാണ് ചേർത്തേക്കുന്നത്. അത് വറുത്ത റവയായിരുന്നാലും കുഴപ്പമില്ല. വറുത്ത റവ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ചിലപ്പോൾ വറുത്തതായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ കായത്തിൻ്റെ പൊടി ചേർക്കാം. അതും കുറച്ച് ചേർക്കാം, ഒരുപാട് ചേർക്കണ്ട. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അതും കുറച്ച് ചേർക്കാം. ഇത് രണ്ടും കുറേശ്ശെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് ഇതിലേക്ക് അധികം ഉപ്പ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏറ്റവും ആദ്യം എല്ലാം കൂടിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തൈര് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് ഇതിലേക്ക് അധികം വെള്ളം ആവശ്യം ഉണ്ടാവില്ല ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് വെള്ളം ചേർത്താൽ മതി. കാരണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കുതിരും. ഇതിലേക്ക് ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡയും ചേർക്കുക. അത് നിങ്ങൾ ഇതിലേക്ക് തൈരും വെള്ളവും ചേർക്കാൻ പോകുന്നതിന് മുമ്പ് ബേക്കിംഗ് സോഡ ചേർക്കുക. ഞാൻ ഇതിലേക്ക് മറന്നുപോയി ഇതാണ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു നുള്ളി, 2 നുള്ളി, ഒരുപാട് ചേർക്കണ്ട, 2 നുള്ളി മാത്രം ചേർത്താൽ മതി. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇത് കുഴച്ചെടുക്കാൻ വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ. ഈ മാവ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് വടയാക്കാം. അത് ഉണ്ടാക്കിയ വഴിക്കാൻ ഉണ്ടാക്കണ്ട. ഇതൊന്ന് ഇരുന്നിട്ട് ഇതൊന്നും കൂടിയും ചെറുതായിട്ടൊന്ന് തിക്കാവും. നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിരുന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് തിക്കാവും. അപ്പോൾ വട ഞാനിവിടെ ഒരു 15 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വടയുടെ ഷേപ്പാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ ഇടത്തെ കൈയുടെ ഉള്ളിൽ കുറച്ച് വെള്ളം തേക്കണം. അത് വട കൈമുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തേക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഓരോ ചെറിയ ബോളായിട്ട് എടുക്കുക. ഇതിന് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഇടത്തെ കൈയുടെ ഉള്ളിലേക്ക് വയ്ക്കുക. ഉള്ളിൽ വെച്ചിട്ടും ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തരുത്. വടയാകുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണം. ഇനി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചൂണ്ടാണി വിരൽ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കുക. ഹോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ഹോൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിൽ മാത്രം ഹോളായിട്ട് വരും, അടിയിൽ ഹോളായിട്ട് വരില്ല. എന്നിട്ട് ഇതിങ്ങനെ കൈ കമത്തുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോരും. ഇത് ചൂടായ ഓയിലിലേക്ക് ഇടുക.
ഇപ്പോൾ വട വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വട ഇടുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ വട നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതിലേക്ക് ഓരോ വട ഷേപ്പ് ചെയ്തിട്ടിടാം. അത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചെന്ന പോലെ ഷേപ്പ് ചെയ്തിട്ടിടാം. ചൂടായ ഓയിലിലേക്ക് ഇടാം. പേറ്റാക്കി ഇപ്പോഴും മുരിഞ്ഞിട്ടുണ്ട്, അത് തിരിച്ചിടാം. ഏറ്റാദ്യം വട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് മൊരീന വടയിട്ട് നിങ്ങൾ ഏറ്റാദ്യം മാറ്റാം. ഈ വടയുടെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി കഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ഈ 4 ബ്രെഡ് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു 8 വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും.